39 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം തിരിച്ചെത്തിയ പൂജപ്പുര സ്വദേശി സത്യനെ ആദരിച്ചു. സവാറിൻ്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. സവാറിൻ്റെ വൈസ് പ്രസിഡന്റ് മണിക്കുട്ടൻ മൊമൻറ്റോ നൽകി. പേയാട് വിജയൻ പൊന്നാട നൽകി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ചെങ്കൽ ഹരിഹരൻ, നെയ്യാറ്റിങ്കര വിനോദ് എന്നിവർ ചേർന്ന് ബൊക്കെ നൽകി ആദരിച്ചു. ശേഖരൻ, രാജീവ്, രവിശങ്കർ, സുരേഷ്, വാഴയില രാധാകൃഷ്ണൻ, പൂജപ്പുര സനാൻ തുടങ്ങി നിരവധി പേർ ആദരിക്കൽ ചടങ്ങിൻ്റെ ഭാഗമായി. സത്യൻ്റെ കുടുംബവും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ സായാഹ്നത്തിൽ തിരുവനന്തപുരം പൂജപ്പുര മൈത്രി ലൈനിൽ നായസ്വിതാർ സത്യൻ സാറിൻ്റെ ഭവനത്തിലാണ് ടീം സവാർ ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത്. നായസ്വിതാർ സത്യൻ സാർ 39 വർഷം രാജ്യസേവനം അനുഷ്ഠിച്ചിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്നേഹ ആദരവാണ്, ടീം സവാർ കൊടുക്കുന്ന ഒരു സ്നേഹാദരവാണ് ഇന്നിവിടെ നടക്കുന്നത്. സത്യൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 39 വർഷത്തെ സേവനം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സേവനമായിരുന്നു. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗെയിംസിലാണ്. ഒട്ടനവധി സ്റ്റുഡൻസിനെ, ഒട്ടനവധി റിക്രൂട്ട്സിനെ, ഒട്ടനവധി ജവാന്മാരെ അദ്ദേഹം ട്രെയിൻ ചെയ്ത് ബാസ്ക്കറ്റ് ബോളായാലും അത് വോളിബോളായാലും ബോക്സിംഗ് ആയാലും വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് എപ്പോഴും ബറ്റാലിയനെയും സെക്ടർ ലെവലിലും അദ്ദേഹം വളരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ സത്യൻ സാർ. മാത്രമല്ല ഓപ്പറേഷണൽ സൈഡിലും ആസ് എ പ്ലാറ്റൂൺ കമാൻഡർ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും വളരെ ഭംഗിയായിട്ട്, വളരെ ഗംഭീരമായിട്ട്, ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ ഓപ്പറേഷൻസും. അക്കാരണത്താൽ അദ്ദേഹം ഒരു ഗോൾഡ് മെഡലിസ്റ്റും കൂടെയാണ്. സത്യൻ സാറിൻ്റെ ആ ആത്മസമർപ്പണം അല്ലെങ്കിൽ ആ അസാം റൈഫിൾസുമായിട്ടുള്ള ഡെഡിക്കേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ആ രാജ്യസേവനം അല്ലെങ്കിൽ അസാം റൈഫിൾസിനോട് ചേർന്ന് നിന്ന് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. സവാറിൻ്റെ 40-ൽ പരം ആൾക്കാർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വൻ സ്വീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല സവാർ 2024 മാർച്ച് 4-ാം തീയതി ആലപ്പുഴയിൽ നിന്ന് ഹരിഷ്ഠയെ കുറിച്ച് ആരംഭിച്ച സവാറിൻ്റെ ജൈത്രയാത്ര വളരെ ഗംഭീരമായിട്ട്, വളരെ ഭംഗിയായിട്ട് നാളെ ഇതുവരേക്കും നടന്നു വരികയാണ്. സവാറിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഇതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ജവാൻ പെൻഷനായി വന്നാൽ അദ്ദേഹത്തെ ആദരിക്കുക, പെൻഷനായവരുടെ ക്ഷമാബദ്ധതകളെക്കുറിച്ച് നമ്മൾ തിരക്കുക, അവരെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുക. ഈ തരത്തിൽ സവാർ വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് കേരളത്തിലെ ആസാം റൈഫിൾസിൻ്റെ വിവിധ സംഘടനകളുണ്ട്. അറിയുവേണ്ട്, അറീസയുണ്ട്, ഇങ്ങനെ ചില ഗ്രൂപ്പുകൾ വന്നു, അത് മാറിപ്പോയി. പക്ഷേ ഇന്ന് നിലവിലുള്ള സംഘടനകളിൽ വെച്ചിട്ട് ആസാം റൈഫിൾസ് വളരെ ബെറ്ററായിട്ട് ഇന്ന് പ്രവർത്തിച്ചു വരുന്നതിൽ നമുക്ക് വളരെ ആത്മാഭിമാനമുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. പലരിൽ നിന്ന് നമുക്ക് സന്ദേശങ്ങൾ വരാറുണ്ട്. അത് യൂട്യൂബ് വഴിയായാലും അത് ഫേസ്ബുക്ക് വഴിയായാലും സവാർ 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 കീപ് ഇറ്റ് അപ്പ് എന്നുള്ള സന്ദേശമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തുടർന്നും നമുക്ക് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട
എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും അതുമാത്രമല്ല അതിനുള്ള ആത്മധൈര്യവും നമ്മുടെ സവാർ ടീമിന് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ വരുന്ന മാർച്ച് 4-ാം തീയതി ആകുമ്പോൾ സവാറിൻ്റെ 1 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ വി ആർ പ്ലാനിങ്, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്ത് സവാറിൽ 1000-ൽ പരം ആൾക്കാർ ഇന്ന് അംഗങ്ങളാണ്. എല്ലാ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്ത് വലിയൊരു കുടുംബ സംഗമം കേരളത്തിൻ്റെ ഏതെങ്കിലും മധ്യഭാഗത്ത് വച്ചിട്ട് നടത്താൻ ഒരു തീരുമാനമുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് ലോകമെമ്പാടും അറിയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് സഫലമാവും എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ സത്യസാറിൻ്റെ ഫാമിലി, അയൽവാസികൾ, ബന്ധുക്കൾ, ഇത്തരത്തിലുള്ള ഒട്ടനവധി ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സവാറിൻ്റെയും 42ഓളം ആൾക്കാർ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇന്നിവിടെ നമ്മുടെ മണിക്കുട്ടൻ സാറ്, അതുപോലെ അതിൽ ചേർന്നിട്ടുള്ള പ്രധാന ചുമതല വഹിക്കുന്ന ആൾക്കാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തു പറഞ്ഞാലും നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷത്തോടുകൂടി കുടുംബമായിട്ട് ഒന്നിച്ചു ചേർന്ന് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണിക്കുട്ടൻ സവാറിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സത്യൻ സാറിൻ്റെ 39 വർഷം ആസാം റൈഫിൾസിൽ സർവീസ് ചെയ്തതിന് ശേഷം റിട്ടയർഡായി വന്ന സത്യൻ സാറിനെ നമ്മൾ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ആസാം റൈഫിളിൽ നിന്നും സർവീസിൽ നിന്നും വിരമിച്ച ഒത്തിരി പേരും ഒരു വലിയ ജനാവലി തന്നെ കൂടിയിട്ടുണ്ട്. അതിനുവേണ്ടി പുള്ളിയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഇന്നിങ്സ്, നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ സെക്കൻഡ് ഇന്നിങ്സ് പുള്ളിയുടെ ഇവിടെ തുടങ്ങുകയാണ്. അതിൽ എല്ലാവരുടെയും ആശീർവാദം ഉണ്ടായിരിക്കും. അതിന് സവാറിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിന് എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും സവാറിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നായ്സ് സത്യൻ. 39 വർഷം ഞാൻ ആസാം റൈഫിൾസിൽ സർവീസ് ചെയ്തിട്ട് ഞാൻ റിട്ടയർഡ് വന്നിരിക്കുകയാണ്. എനിക്കിവിടുത്തെ ഈ സവാറിൻ്റെ ഗ്രൂപ്പ് ഈ ഫംഗ്ഷൻ എൻ്റെ വീടിനകത്ത് ഇത് ആയതുകൊണ്ട് ചെയ്തതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ ഈ എക്സ് സർവീസ് മെമ്പേഴ്സിനും എൻ്റെ ഹൃദയംഗമായ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും ഞങ്ങളുടെ എല്ലാ പരിവാരത്തിൻ്റെയും നന്ദിയും ആറുതായിട്ടുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഈ പാർട്ടി നടത്തിയതിനുള്ള എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ബാക്കി കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്ക് ഇല്ല. നന്ദി, നമസ്കാരം. സവാർ ഗ്രൂപ്പ് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം താങ്കൾ അതിൻ്റെ ഭാഗമായിട്ടൂടെ എത്താൻ പോവുകയാണ്. എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും ഞാൻ എത്തും. സവാർ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ അംഗം ചേർന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സവാറിൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ആദരവ് ഒരുക്കിയതിന് എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കടന്നു വന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാം.